കരൂർ അപകടത്തിന് മുമ്പ് ടി.വി.കെ അധ്യക്ഷൻ വിജയ്ക്ക് നേരെ ചെരുപ്പെറിയുന്ന ആളുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിജയ്ക്ക് പിന്നിൽ നിന്നാണ് ഇയാൾ ചെരുപ്പെറിയുന്നത്. പരിപാടിയിൽ ആസൂത്രിതമായി ചെരുപ്പേറുണ്ടായി എന്നാണ് ടി.വി.കെയുടെ പരാതി. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. അതിനിടെ കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ടി.വി.കെയിൽ ഭിന്നത. ജനറൽ സെക്രട്ടറിമാരായ N. ആനന്ദിനും ആദവ് അർജുനയ്ക്കുമിടയിലാണ് ഭിന്നത നിലനിൽക്കുന്നത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ആദ്യം ഈ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വരാം. ഈ ദുരന്തം നടന്ന അതിന് തൊട്ടു പിന്നാലെ മുതൽ ടി.വി.കെ ഉയർത്തുന്നൊരു വാദമാണത്. ഈ വിജയ്ക്ക് നേരെ കല്ലേറുണ്ടായി, ചെരുപ്പേറുണ്ടായി എന്നുള്ളത്. പക്ഷേ പിന്നീട് പോലീസ് മാധ്യമങ്ങളെ കാണുമ്പോഴും പിന്നീട് പോലീസിൻ്റെ FIR-ലുമെല്ലാം ആ വാദങ്ങളെ തള്ളുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഉണ്ടായത്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു പോലീസ് പറഞ്ഞത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് മുഹമ്മദ് റഹീസ്? ടി.വി.കെയുടെ വാദങ്ങൾക്ക്, വിജയുടെ വാദങ്ങൾക്കൊക്കെയും ശക്തി പകരുന്ന ഒരു ദൃശ്യമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ചെരുപ്പേർ ഉണ്ടായി എന്നുള്ള വാദം ടി.വി.കെ ഉന്നയിച്ചിരുന്നു. അത് പല വീഡിയോ ക്ലിപ്പിങ്ങുകളിലും ഒക്കെ കാണാമായിരുന്നു. ചെരുപ്പേർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. അതിനപ്പുറത്തേക്ക് അത് ആരാണ് എറിഞ്ഞത് എന്ന് പോലീസിന് കണ്ടെത്താനുള്ള ഒരു ദൃശ്യങ്ങൾ, അതിനെ തെളിവേകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അതായത് ടി.വി.കെയുടെ ആരോപണം ഈ ചെരുപ്പേർ നടത്തിയത് DMK-കാരാണ്. സെന്തിൽ ബാലാജിയെ പറ്റി വിജയ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വിമർശിച്ചപ്പോഴാണ് ഈ ചെരുപ്പേർ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ടി.വി.കെക്കാർ ഇതിലേക്ക്, ഈ DMK-കാർ ഈ പരിപാടിയിലേക്ക് നുഴഞ്ഞു കയറി ഈ പരിപാടി അലങ്കോലപ്പെടുത്തിയതും പിന്നീട് അതൊരു വലിയ ദുരന്തമായി മാറിയതും എന്നുള്ളൊരു വാദമാണ് പ്രധാനമായിട്ടും ഈ ടി.വി.കെ ഉന്നയിക്കുന്നത്. അപ്പോൾ ആരാണ് ചെരുപ്പെറിഞ്ഞത് എന്നുള്ള ചോദ്യത്തിന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടും എന്നുള്ള കാര്യവും ഉറപ്പാണ്. പോലീസ് എന്തായാലും ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാകും. ഇതാരാണ്, ഇയാൾ ഏത് പാർട്ടി പ്രവർത്തകനാണ് എന്നുള്ള കാര്യമാകും ഏറ്റവും പ്രധാനമായി വരിക. ഏത് പാർട്ടിയിൽ നിന്നുള്ള അംഗമാണ് ഇയാൾ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ചോദ്യമായി വരിക. അയാൾ ടി.വി.കെ പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ വിജയെ കാണാൻ എത്തുന്നയാൾ അല്ലെങ്കിൽ ടി.വി.കെ പ്രവർത്തകൻ എന്ന രീതിയിലാകും അതിനെ വിലയിരുത്തുക. പക്ഷേ അതിനിടയിലേക്ക് ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടോ? എന്തിനാണ് ചെരുപ്പെറിഞ്ഞത്? ആസൂത്രിതമായി നേരത്തെ തീരുമാനിച്ച് ചെരുപ്പെറിഞ്ഞതാണോ? തീരുമാനിച്ച് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നാളെ പ്രത്യേകിച്ച് കോടതി ഈ വിഷയം പരിഗണിക്കാനിരിക്കെ കൂടിയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആധികാരികത, ഒപ്പം തന്നെ അത് ആരാണ് ആ ചെരുപ്പെറിഞ്ഞത് എന്നുള്ളത് വളരെ പ്രസക്തമായി വരും. അതൊരു ചെറുപ്പക്കാരനെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ എവിടെ നിന്ന് വന്നു? ഇത് നേരത്തെ തീരുമാനിച്ചതാണോ? ഇക്കാര്യങ്ങളൊക്കെയാണ് ഈ സമയം ഏറ്റവും ചർച്ചയാകുന്നത്. എന്തായാലും അല്പസമയം മുൻപ് മാത്രമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിജയ് സംസാരിക്കുന്നതിൻ്റെ ബാക്കിൽ നിന്നാണ് ഇയാൾ ചെരുപ്പെറിയുന്നത്. ആ ചെരുപ്പെറിയുന്നത് വിജയുടെ തലയുടെ അടുത്തുകൂടി പോകുന്നു. അത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ അത് തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിജയ്ക്ക് മുന്നിൽ വന്നാണ് ഇത് വീഴുന്നത്. ആ പോകുന്ന സമയത്ത് തന്നെ ഒരു ആംബുലൻസ് അതിലെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ, ഈ ദൃശ്യങ്ങളൊക്കെയും പുറത്തു വരുമ്പോൾ എന്തായാലും ടി.വി.കെ ആരോപിച്ച ചില കാര്യങ്ങളിലെങ്കിലും സത്യമുണ്ട് എന്ന് തെളിയുന്നു. അതിനപ്പുറത്തേക്ക് ഇയാളെ കണ്ടെത്തേണ്ടി വരും. പോലീസിന് എന്തായാലും ഇനി ഇയാളെ കണ്ടെത്തേണ്ടി വരും. ഇയാൾ ഏത് പാർട്ടിക്കാരനാണ്? ഇയാൾക്ക് രാഷ്ട്രീയമുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഇയാൾ അംഗമാണോ? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടി.വി.കെ ആരോപിക്കുന്ന ഗൂഢാലോചനയിലേക്ക് അത് കൊണ്ടെത്തിക്കുമോ? അതല്ല, ഇനി അല്ലാതെ മറ്റാരെങ്കിലും വന്ന് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ സ്വമേധയാ ചെയ്തതാണോ, സ്വയം ചെയ്തതാണോ എന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി പുറത്തു വരേണ്ടത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. കൂട്ടത്തിൽ നിന്ന് ചെരുപ്പെറിഞ്ഞത് ആരെ എന്ന് കണ്ടെത്താൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ടി.കെ, ഈ ദുരന്തത്തിന് പിന്നാലെ ഉണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും പ്രതിരോധത്തിൽ നിൽക്കുന്നത് ടി.വി.കെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ ഇതുകൂടി ഉയർത്തിക്കൊണ്ടായിരിക്കും ഇനി ടി.വി.കെയുടെ പ്രതിരോധം. പക്ഷേ ഏറ്റവും പ്രധാനം നാളെ കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന തീരുമാനമാണ്, അല്ലെങ്കിൽ കോടതി നടത്താൻ പോകുന്ന പരാമർശങ്ങളാണ്. അതിൽ പോലീസിനെതിരെ എന്തെങ്കിലും ഒരു വിമർശനമുണ്ടെങ്കിൽ അതൊരു ആയുധമാക്കി മാറ്റാം എന്ന കണക്കുകൂട്ടലിലാണോ ടി.വി.കെ ഉള്ളത്? റയീസ്, നിശ്ചയമായും അത്തരത്തിലൊരു ആയുധം തങ്ങൾക്ക് വീണ് കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയിലാകും ടി.വി.കെ ഉണ്ടാവുക, ടി.വി.കെ നേതാക്കൾ ഉണ്ടാകുക. പക്ഷേ അതിനുള്ള സാധ്യത കുറവാണെന്ന് അവരിലെ ചില നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന മതിയഴകൻ്റേതുൾപ്പെടെയുള്ള കേസ് പരിഗണിച്ചപ്പോൾ 2 ടി.വി.കെ നേതാക്കൾ ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കേസ് പരിഗണിച്ചപ്പോൾ കരൂരിലെ കോടതി എന്താണോ പറഞ്ഞത് അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ, അതിൽ കൂടുതൽ വിമർശനം നേരിടാനാണ് സാധ്യത ഉണ്ടാവുക എന്ന് ടി.വി.കെ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും വിജയ് ഈ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ
ക്ലിപ്പിംഗ്, അതൊരു 15 മിനിറ്റ് കൃത്യമായി കട്ട് ചെയ്ത് അത് പോലീസിന്റെ പക്കലുണ്ട്. ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ചു മാത്രം വരുന്നതിന്റെ ദൃശ്യങ്ങൾ. അപ്പോൾ ആ ദൃശ്യങ്ങൾ വെച്ചിട്ടാകും സ്വാഭാവികമായിട്ടും പോലീസ് തങ്ങളുടെ ന്യായം നിരത്തുക, അല്ലെങ്കിൽ സർക്കാർ വാദിക്കുക. അപ്പോൾ അതിനപ്പുറത്തേക്കൊക്കെ എന്ത് TVKക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായി വരുന്നത്. TVKക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഗൂഢാലോചന ആരോപിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരേണ്ടതുണ്ട്. അവൾ സ്വാഭാവികമായിട്ടും കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ അതിന് തെളിവുകളാണ് വേണ്ടത്. ആ തെളിവുകൾ TVKയുടെ പക്കൽ ഉണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവമാണ്. ഇന്ന് വ്യാഴാഴ്ചയായി. നാളെ കോടതി ആ കേസ് പരിഗണിക്കുമ്പോൾ വെള്ളിയാഴ്ചയാകും. ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ടിട്ടും ഈ ഗൂഢാലോചന എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എന്ത് തെളിവ് TVKക്ക് വെക്കാൻ പറ്റുമെന്നുള്ള ചോദ്യമാകും കോടതിയിൽ നിന്നുണ്ടാവുക. മാത്രമല്ല പച്ചയായ നിയമലംഘനമാണ് വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, TVKയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. സെന്തിൽ ബാലാജിക്കടക്കം ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് TVK ഉയർത്തുന്ന വാദങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.